സിംപ്ലിഫിക്കേഷൻ, അതായത് നമ്മുടെ ബാങ്ക് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണുള്ളത്. പേരിൽ ചിലപ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നുകയും പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലേ സിംപ്ലിഫിക്കേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ. പക്ഷേ പോകെ പോകെ നമ്മൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊക്കെ ഈസി ആവും. കാരണം എന്താണ്, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചില മെത്തേഡ്സിലൂടെ പ്രാക്ടീസ് ചെയ്യണം. അതായത് നോർമൽ കൺവെൻഷണൽ മെത്തേഡിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്താണ് സ്പീഡ് ഉണ്ടാവില്ല. നമുക്ക് രണ്ട് കാര്യങ്ങളാണല്ലോ എന്തൊക്കെയാണ് വേണ്ടത് എക്സാമിന്. സ്പീഡ് വേണം, പ്ലസ് ആക്യുറസി വേണം. സോ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴേ നമുക്ക് എക്സാമിന് പ്രിലിംസ് കിട്ടുള്ളൂ, മെയിൻസും കിട്ടുള്ളൂ. പിന്നെ ഇൻ്റർവ്യൂയുടെ കാര്യം നമുക്ക് ചില എക്സാംസിന് മാത്രം, ക്ലറിക്കൽ പിയുടെ എക്സാംസിന് ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ അത് അതിന് നമുക്ക് ഇത് രണ്ടും അല്ലാത്ത വേറെ കുറേ കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജൊക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഇത് സിംപ്ലിഫിക്കേഷൻ നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഇവിടെ നോക്കി കുറച്ച് രണ്ട് ഷോർട്ട് കട്ട് അല്ലെങ്കിൽ രണ്ട് ടിപ്സാണ് ഒരൊറ്റ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. സോ ബേസിക്കലി ഇത് ചെറിയ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇങ്ങനെയൊന്നും ചിലപ്പോൾ ചോദിക്കണം എന്നില്ല. മേ ബി ക്ലറിക്കൽ എക്സാമിന് ചിലപ്പോൾ ഇതുപോലെ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാവുക. ഒരു ഇൻ്റർമീഡിയറ്റ് മീഡിയം ഹയർ ലെവലിലൊക്കെ പോകുമ്പോൾ ഇതിൽ കമ്പൈൻ ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എന്നിട്ട് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്, അതായത് ഇടയ്ക്ക് എവിടെയും ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവാം. അങ്ങനെ ഡിവിഷനും ഇത് പ്ലസും മൈനസും മാത്രമേ നമ്മൾ കൊടുത്തുള്ളൂ. ഡിവിഷനും ഇൻറ്റും പെർസെൻറ്റേജും റൂട്ടും അതേപോലെ പല പല സംഭവങ്ങൾ പവർ സെൻറ്റൻസസ് വെച്ചിട്ട് ഓഫ് വെച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സിംപ്ലിഫിക്കേഷനിൽ വരാം. അതിൽ ചെറിയ ടെക്നിക്കാണ് പറയുന്നത്. ഇതിലൊക്കെ ഈ ചെറിയ ചെറിയ ടെക്നിക്സ് നമ്മൾ പഠിക്കുമ്പോഴാണ് കമ്പൈൻഡ് ആയിട്ടുള്ള റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റും. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഫസ്റ്റ് ടെക്നിക്ക് പറയാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി 53 സ്ക്വയർ അല്ലെങ്കിൽ 58 സ്ക്വയർ ഒക്കെ ഉണ്ട് ഇവിടെ. 53, 58 ഒക്കെ ഇവിടെ ഒക്കെ ഉണ്ട്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, 53 നമുക്കിങ്ങനെ 53 എന്ന് എഴുതാം അല്ലേ. 53യുടെ സ്ക്വയർ അല്ലേ, ഇൻറ്റു 53 ഇവിടെ താഴെ എഴുതി 3 9. ഇതാണോ? അല്ല, കൺവെൻഷണൽ മെത്തേഡ് അല്ലേ അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കിത് ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ നോക്കി നോക്കിയാൽ 53യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഞാൻ എഴുതും, രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ ഇവിടെ എഴുതും. നിങ്ങൾക്ക് ഇന്ന് എന്താണ് മനസ്സിലാവുന്നത് അങ്ങനെയുള്ള ഇതിൻ്റെ പോയിന്റ്. നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞതിനപ്പുറം നിങ്ങൾ ഒരു ഒബ്സർവേഷൻ ആവശ്യമാണ്. 53യുടെ സ്ക്വയർ ഞാനിവിടെ എഴുതുന്നത്. നല്ല മനസ്സിലായോ? അതേപോലെ ഞാൻ കാണാതെ പഠിച്ചോന്നില്ല കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ബൈ ഹാർട്ട് ഞാനൊരു 40 വരെയൊക്കെ നമ്പറിൻ്റെ സ്ക്വയർ എനിക്ക് ബൈ ഹാർട്ട് അറിയാം. ഇപ്പോൾ പറയുമ്പോൾ കുറച്ചുകൂടി അറിയായിരുന്നു. ഇപ്പോൾ നോക്കി നോക്കി ഇവിടെ ഒരു നമ്പർ ഞാനൊരു 54 കൂടി എടുക്കാം. ഇതിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിലും കൂടി മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. 53 സ്ക്വയർ എന്ന് വെച്ചാൽ ഇവിടെ നോക്കി നോക്കി നമുക്കിവിടെ ലാസ്റ്റ് നമ്പർ നമുക്ക് മനസ്സിലായ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് നമ്പർ എന്താ? 2 ഡിജിറ്റ്. ലാസ്റ്റ് 2 ഡിജിറ്റാണ്. ലാസ്റ്റ് 2 ഡിജിറ്റ് എന്താ വരുന്നത്? 3 സ്ക്വയർ 09. 8ൻ്റെ സ്ക്വയർ നോക്കി, ഈ 8 64. പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇവിടെ 4ൻ്റെ സ്ക്വയർ 16 മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ലാസ്റ്റ് നമ്പർ നോക്കി 3യുടെ 09. അതൊരു ടെക്നിക്കാണ്. അതായത് ഇപ്പോൾ നമുക്കിവിടെ 56 വരികയാണെങ്കിൽ ലാസ്റ്റ് 36 വരും അല്ലേ. കാരണം 6ൻ്റെ 36 സ്ക്വയർ ആട്ടോ അല്ലേ. 4 സ്ക്വയർ 16, 8 8 64, 3 909 2 ഡിജിറ്റ് ആക്കി വെച്ചു. ഇനി നമുക്കിവിടെ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കി ഈ 5 എങ്ങനെയാണ് 28 ആയത്, അതേപോലെ 5 എങ്ങനെയാണ് 33 ആയത് എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സ്ക്വയർ കാണാൻ ടെക്നിക്സിൽ നമുക്ക് പലപ്പോഴും 50 മുതൽ 60 വരെയുള്ള ഇത് ഈ നമ്പറിലാണ് നമുക്ക് അപ്ലിക്കബിൾ ആവുക. എല്ലാ നമ്പറിലും ആണോ എന്ന് വെച്ചാൽ അല്ല. 50 മുതൽ 60 വരെയുള്ള നമ്പർ കാണുമ്പോൾ തന്നെ ഇത് ചെയ്യണം. എന്ത് ചെയ്യണം? ഇവിടെ നോക്കി ഇവിടെ ലാസ്റ്റ് നമ്പർ നമ്മൾ എഴുതിച്ചു. ഇത് സ്ക്വയർ ലാസ്റ്റാണ് വരിക. 6ൻ്റെ സ്ക്വയർ 36 എഴുതിച്ചു. ഫസ്റ്റ് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താന്ന് വെച്ചാൽ ഈ 5ൻ്റെ സ്ക്വയർ എത്രയാണ് വരിക? 25 അല്ലേ. 25, 25 6 31, 25 4 29, 25 അല്ലേ 5ൻ്റെ. 25 4 29, 25 8 33, 25 പ്ലസ് 8. ഇവിടെ 25 പ്ലസ് 3 28. അപ്പോൾ ഞാൻ വേറൊരു നമ്പർ എടുക്കാം, 57 സ്ക്വയർ എടുക്കാം. എത്ര വരിക? ലാസ്റ്റ് 49 എല്ലാവർക്കും പറയാം, 49 എല്ലാവർക്കും പറയാം. 25 7, 25 പ്ലസ് 7 32, 49. 49. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേഷൻസ് വളരെ സ്പീഡായിരിക്കും. അപ്പോൾ ഈ സ്പീഡാക്കാൻ വേണ്ടിയുള്ള ടെക്നിക്സാണ് നമ്മൾ ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് 50 to 60 നിങ്ങൾ വെറുതെ നോട്ടിലെല്ലാം എഴുതുക. എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ എഴുതി വെച്ചു എല്ലാവരും. 51 സ്ക്വയർ 25 1 26 വരും കേട്ടോ. 25 ഇത് 5 സ്ക്വയർ എന്ന് എടുത്താൽ മതി. ഇത് 5 ഇവിടെ സ്ക്വയർ ഉണ്ടല്ലേ. 5 സ്ക്വയർ 26, 5 പ്ലസ്
5ൻ്റെ സ്ക്വയറും പ്ലസ് 126. ഇവിടെ 0 1 ആക്കിയത് 1ൻ്റെ സ്ക്വയർ. 52 സ്ക്വയർ എത്രയാണ് വരിക? അതേപോലെ 52 സ്ക്വയർ ഇവിടെ എഴുതുമ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, വീഡിയോ പോസ് ചെയ്യുക. ഒരു നമ്പർ കൂടി എഴുതാം, എന്നിട്ട് വീഡിയോ പോസ് ചെയ്താൽ മതി. ഇവിടെ 04 വന്നു, 25 2 27. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ബാക്കിയുള്ള കംപ്ലീറ്റ് ചെയ്യും. ഈ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ യെസ് എന്ന് പറയാം, ജസ്റ്റ് താഴെ ഒരു കമൻറ്റ് പറയാം. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ പോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 53 എനിക്കൊണ്ട് നമ്മൾ 54 55 56 57 58 59 വേറെ എവിടെയൊക്കെ എഴുതാം. സോ ഇവിടെ നമുക്ക് സ്ക്വയർ എഴുതി വയ്ക്കാൻ, നമുക്കിവിടെ സ്ക്വയർ വാല്യൂസ്, സ്ക്വയറിൻ്റെ വാല്യൂസ് ആണ് എല്ലാത്തിലും. സോ നമുക്ക് കമ്പൈൻ ചെയ്യുമ്പോൾ സ്ക്വയറിൻ്റെ വാല്യൂസ് ഇവിടെ എന്ത് വരും? 1 0 1 2 0 4 3 25 25 26 27 അല്ലേ, 20 25 2 27 27 വന്നു. ഇവിടെ 0 9 25 3 28 ഇവിടെ 16 16 25 4 29 വന്നു. 25 അല്ലേ, നമുക്കിവിടെ എന്ത് വരുന്നു വെച്ചാൽ 25 വന്നു. നമുക്ക് 25 30 വന്നു. വേറെ മെത്തേഡ് കേട്ടോ 55 ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്കിത് കഴിഞ്ഞു. 56ലേക്ക് നമുക്ക് കിടക്കാം. 56 36 വരും. 25 6 31 49 25 7 32 58 വന്നു. ഇവിടെ 64 33 33 വന്നു. 59 കൂടെ ഉള്ളൂ അല്ലേ. 59 സ്ക്വയർ നിങ്ങൾ ചെയ്ത് ശരിയാണോ പറയാം. ഇവിടെ 59 സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 89 9 34 വരിക. അതെ 34 34 9 81 5 25 30 ശരിയാണ് അല്ലേ. 25 34. അപ്പോൾ അത് കംപ്ലീറ്റ് നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇതാണ് ഈ ടെക്നിക്ക്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചില ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുക. എങ്ങനെയാണ് ഇത് പ്ലസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമുക്കിവിടെ 56ഉം 59 സ്ക്വയറും കൂടി നമുക്ക് പ്ലസ് ചെയ്യാനുണ്ടാവും. മേ ബി ഒരു കാൽക്കുലേഷൻ്റെ ഇൻ ബിറ്റ്വീൻ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവും. 56 സ്ക്വയർ പ്ലസ് 132 മൈനസ് 25% ഓഫ് 230. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. നമ്മളിവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം ചെറിയ ചെറിയ ടെക്നിക്സുകളാണ് നമുക്ക് ഒരു വലിയ റിസൾട്ട് ഉണ്ടാവുക. അല്ലാതെ ഒറ്റയടിക്ക് നമ്മളെന്താണ് എത്ര പ്രാക്ടീസ് ചെയ്ത് ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഞാനൊക്കെ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് എക്സാമിന് പോകും, നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ബാങ്ക് എക്സാമിന് പെട്ടെന്ന് നമുക്കൊരു റിസൾട്ട് കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രാക്ടീസ് ചെയ്യണ മെത്തേഡൊക്കെ നമുക്ക് ടൈം എടുക്കുന്ന മെത്തേഡ്, സമയം എടുത്ത് ഉത്തരം കിട്ടുന്ന മെത്തേഡാണ്. ഇപ്പോൾ ചില ആളുകൾ 56 ഒക്കെ മറ്റേ പോലെ 56 × 56 ഒക്കെ ചെയ്യും. ശരിക്കും 56ൻ്റെ സ്ക്വയർ അത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളത്. ഇവിടെ ഒരു 36 എഴുതാം, 31 36. അപ്പോൾ ഇത്രയും ടെക്നിക്സ് നമ്മൾ ക്ലാസ്സുകളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്തിട്ടില്ല, ഇത്രയേ ഉള്ളൂ. 6ൻ്റെ സ്ക്വയർ 36 അല്ലേ. ഇവിടെ 25 5ൻ്റെ സ്ക്വയർ 25 വിചാരിക്കുക. 5ൻ്റെ സ്ക്വയർ 5 56 5ൻ്റെ സ്ക്വയർ 25 25 6 31. അപ്പോൾ ഈ ടെക്നിക്ക് അറിയുന്ന ആളും നേരത്തെ ആളും തമ്മിലുള്ള ഈ ഒരു വ്യത്യാസമാണ് എക്സാമിന് റിസൾട്ട് ഫിക്സ് ചെയ്യുന്നത്. സോ ഇവിടെ 3136 പ്ലസ് ചെയ്തു 132 പിന്നെ 25% 1/4 ചെയ്യാം. 1/4 എന്ന് വെച്ചാൽ പകുതിയുടെ എടുക്കാം. അപ്പോൾ ഇത്തരം ടെക്നിക്സൊക്കെയാണ് നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമുള്ളത്. സോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ 53 സ്ക്വയർ പ്ലസ് 54 സ്ക്വയർ 53 54 ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. സോ 53 സ്ക്വയർ എന്ന് വെച്ചാൽ 53 എന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ 3 അല്ലേ 0 9 53 3 9 വരും. 25 3 28 28 09. ശരിയല്ലേ. നമ്മളെന്താ വെച്ചത് പറയും എഴുതും കൂടി ചെയ്യുമ്പോൾ എൻ്റെ ആക്യുറസി ചിലപ്പോഴൊക്കെ തെറ്റാറുണ്ട്. നമ്മൾ എക്സാം പാർട്ടിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഇവിടെ ചെയ്യാമല്ലോ. ഈ സ്പീഡ് നമ്മൾ പറയുമ്പോഴുള്ള പ്രശ്നമാണ്. ഇപ്പം നോക്കാം നമുക്കിവിടെ 3 സ്ക്വയർ 9 0 9 25 3 28. സോ ഇവിടെ 16 വന്നു. 16 25 29 അല്ലേ വരിക. അതെ 25 + 4 29 വന്നു. ഇവിടെ നമുക്കിവിടെ 9 15 ഇഷ്ടം 1 2 2 2 മുമ്പോട്ടും 17 17 4 5 5725 5725 നമ്പറിൽ എഴുതാം. നോക്കി 2 5 7 കൂട്ടുമ്പോൾ 7 5 ഇവിടെ വന്നു. നമ്പേഴ്സ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വിഷ്വൽ, നമുക്ക് എപ്പോഴും നമ്പർ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വിഷ്വൽ ഓർത്തിരുന്നാൽ കുറച്ചുകൂടി നല്ല. ഇപ്പോഴല്ല എക്സാം മോഡലല്ല, നമ്മൾ നോർമലി ചെയ്യുമ്പോൾ. ഇനി 52 57 കൂടി ഒന്ന് പ്ലസ് ചെയ്യാം അല്ലേ. 52 സ്ക്വയർ പ്ലസ് 57 സ്ക്വയർ 52 സ്ക്വയർ പ്ലസ് 57 സ്ക്വയർ നിങ്ങൾ ചെയ്ത് നോക്കുക. എത്ര നിങ്ങൾക്ക് ഉത്തരം കിട്ടുക, ഈ ഒരു ഇതിൻ്റെ വാല്യൂവിൻ്റെ ആൻസർ എന്ത് വരും എന്നുള്ളത് നിങ്ങൾ
ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ. സോ ഇതാണ് നമ്മൾ ടിപ്പ് നമ്പർ 1 ഫസ്റ്റ് ടെക്നിക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്തായിരുന്നു? 50 to 60യുടെ സ്ക്വയർ എങ്ങനെ വന്നാൽ നമുക്കിനി കിട്ടണം. നമ്മളിനി ഏത് രാത്രി ഉറക്കത്തിന് എണീറ്റൊരു ബുക്ക് നോക്കുമ്പോൾ 50 സ്ക്വയർ 56 സ്ക്വയർ 36 25 6 31 56 കിട്ടി. അപ്പോൾ ഈ ടെക്നിക്ക് പഠിച്ചാൽ നമുക്ക് സ്പീഡാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കും, എനിക്കിവിടെ അത് കുറച്ച് ആളുകൾക്കെങ്കിലും അറിയുന്ന കാര്യമാണ്, എന്നാൽ അറിയാത്ത ആളുകൾക്ക് പറഞ്ഞുതരാം. 45 സ്ക്വയർ 55 സ്ക്വയർ 75 സ്ക്വയർ 5ൽ അവസാനിക്കുന്ന സംഖ്യ, 5ൽ അവസാനം 58 അല്ലേ, 35 സ്ക്വയർ ഉണ്ട് ഇവിടെ, അതേപോലെ 85 65 35 ഒക്കെ ഉണ്ട്. സോ നമ്പർ എൻഡിങ് വിത്ത് 5 ആണ്. സ്ക്വയർ ഓഫ് എ നമ്പർ എൻഡിങ് വിത്ത് 5 അല്ലേ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇതെങ്ങനെ ചെയ്യാം, അതായത് ഏതൊക്കെ നമ്പറുകളാണ് വരിക? 25 അതായത് നമുക്ക് തന്നെ പറയാം 15 വരാം, 25ൻ്റെ സ്ക്വയർ വരാം, 35ൻ്റെ സ്ക്വയർ അറിയാം, 45ൻ്റെ സ്ക്വയർ അറിയാം. അല്ലെങ്കിൽ അറിയാമെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ ഇവിടെ ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ അതൊരു എക്സ്പെരിമെൻ്റാണ്, ഒരു പരീക്ഷണം, ഒരു റിസൾട്ട് ഞാൻ കാണിക്കും, നിങ്ങളത് മനസ്സിലാക്കത്രേ ഉള്ളൂ. 225 ഞാൻ കാണാതെ പഠിച്ചല്ലോ കേട്ടോ. 225 വരും, 625 1225 2025 3025. ശരിയാണ്. ഇതിലെന്ത് മനസ്സിലായി നമുക്ക്? സോ നമ്പർ എൻഡിങ് വിത്ത് 5 അല്ലേ, സ്ക്വയർ ഓഫ് നമ്പർ എൻഡിങ് വിത്ത് 5 എല്ലാം 5 ആണ്. 5 45 35 എല്ലാം 5ൽ എൻഡ് ചെയ്യുന്ന നമ്പറിൻ്റെ സ്ക്വയർ കിട്ടുമ്പോൾ ലാസ്റ്റ് എപ്പോഴും നമുക്ക് കിട്ടുന്ന നമ്പർ എന്താണ്? 25 എല്ലാത്തിനും 25 ആണ്. അപ്പോൾ 85 വന്നാലും സ്ക്വയർ കാണാൻ പറഞ്ഞാൽ 85ൻ്റെ സ്ക്വയർ കാണാൻ പറഞ്ഞാലും ലാസ്റ്റ് 25 ആണ്. സ്റ്റാർട്ടിങ് നമുക്ക് എന്താ വരിക? സ്റ്റാർട്ടിങ് കൂടി കണ്ടുപിടിച്ച് അതിൻ്റെ ഒരു ടെക്നിക്ക് കംപ്ലീറ്റ് മനസ്സിലായി. സ്റ്റാർട്ടിങ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്താ വരിക വെച്ചാൽ ഇവിടെ നോക്കിയാൽ 45ന് വന്നാൽ 55ലാണ് ഏറ്റവും നല്ലത്. അത് 35ൽ നോക്കാം. ഇവിടെ 5 എങ്ങനെ 30 ആയത്? 5 30, 5 എങ്ങനെ 30 ആയത്? അതേപോലെ 3 എങ്ങനെ 12 ആയത്? 312ലേക്ക് എങ്ങനെ എത്തിയത്? അതൊരു വിഷ്വൽ ആലോചിച്ച് നോക്കുകയും 5 × 6 = 30. 5 × 6 3 × 4, 3യുടെ അടുത്ത നമ്പർ 4, 3 × 4 12 വന്നു. ഇവിടെ 2 × 3 2 3 6 വന്നു. അതായത് ഏത് നമ്പറാണോ 5ൽ എൻഡ് ചെയ്യുന്നത്, 525 എന്ന് പറഞ്ഞ പോലെ ഏത് നമ്പറിലാണോ തുടങ്ങുന്നത്. ഇപ്പോൾ 8 ആണെങ്കിൽ 8 × 9 72. സിമ്പിളാണ്. നമ്മൾ പറയാത്തൊരു നമ്പർ 56 ആണുള്ളത്. 56 അല്ല, 56 നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 65. 56ൻ്റെ എന്താ വന്നിട്ടുള്ളത്? നേരത്തെ പറഞ്ഞ മെത്തേഡാണ്. 31 36 അല്ലേ? അതെ. 65 നമ്മൾ നമ്പർ ഒന്ന് തിരിച്ചിടുക. 65 വരുമ്പോൾ എന്താ വരിക? 65 വരുമ്പോൾ 25, ലാസ്റ്റ് 25 ആണുള്ളത്. 6 × നെക്സ്റ്റ് നമ്പർ 7, 6 7 42 25 4225 ആണ് വരിക. സോ അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാ നമ്പറും എൻഡിങ് വിത്ത് 5 ഉള്ള നമ്പറൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ചുമ്മാ വെറുതെ ഒന്ന് ചെയ്ത് നോക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് ഈ നമ്പർ കിട്ടുമെന്നുള്ളത്. ഒരു 75 സ്ക്വയർ എന്താ വരിക? ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയാം. സോ ഇത്രയും കാര്യങ്ങളുള്ളത് നമ്മുടെ സ്ക്വയർ ഓഫ് നമ്പർ വെച്ചിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ നോക്കി. ഇത്തരം ടെക്നിക്സുകൾ പലപ്പോഴും പ്ലസ് മൈനസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് സ്പീഡിലൊന്ന് ചെയ്ത് നോക്കാം. എത്രയുള്ളത്? 45 35 320 അല്ലേ? 45 35 നമുക്ക് ഇതിന് പോസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങളൊന്ന് ഇതുപോലെ ഒരു ഓൺലൈനായിട്ട് പോസ്റ്റ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അതുപോലെ ചെയ്ത് നോക്കുക. 45 35 സ്ക്വയറിൽ 45 വരും, ഇവിടെ 25 വരും, ഇവിടെ 25 വരും, നമുക്കിവിടെ 3 4 12, ഇവിടെ 4 5 20 വരും അല്ലേ? ഇവിടെ 3 × 4 12, 4 × 5 20, 20 25 12 25. ഒന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. 5 25 25 ആണ്. 3 4 12, 4 5 20, 0 4 1 5 5 വരും, 2 2 1 3 3250 അല്ലേ വരിക? 3250 320 മൈനസ് ചെയ്താൽ 32 50 അല്ലേ? വേണമെങ്കിൽ മൈനസ് ചെയ്യണമൊക്കെ മനസ്സിൽ ചെയ്ത് നോക്കുക. 30 മേ ബി ഇത് കുറച്ച് ചെറിയ വാല്യൂസാണ് വരിക. എന്നാലും 0 ഇവിടെ ആൻസർ കിട്ടും. ഇവിടെ 3 വരും, ഇവിടെ 29 2930 വരും. സെയിം ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണു, നമ്മളെ ടെലിഗ്രാം ചാനലുണ്ട്, അത് നിറയെ ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്.
നമ്മുടെ ടെലിഗ്രാമിൽ എജ്യൂൺ ബാങ്കിങ് ഈ 5-ൻ്റെ ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി വീഡിയോ പാർട്ട് 1 പാർട്ട് 2 സിംപ്ലിഫിക്കേഷൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ പോയി നോക്കുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേര് എന്താണ്? എജ്യൂൺ ബാങ്കിങ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എജ്യൂൺ ബാങ്കിങ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ മെറ്റീരിയലും ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ കിട്ടുന്നതാണ്. തീർച്ചയായിട്ടും എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുക ഈ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ബാങ്ക് എക്സാം, അതുപോലെ നമ്മൾ നിരവധി RRB റെയിൽവേ എക്സാംസ് ഒക്കെ ഉണ്ട് നമ്മളിവിടെ. അപ്പോൾ എന്തായാലും ഇതേ ക്ലാസ്സുകൾ ചിലപ്പോൾ നിങ്ങൾ നമ്മുടെ മെയിൻ ചാനൽ എജ്യൂൺ ലേണിംഗ് സൊല്യൂഷൻ ഉള്ള ചാനലായിരിക്കും ക്ലാസ്സുകൾ കണ്ടാവുക. അതുപോലെ തന്നെ എജ്യൂൺ സെൻട്രൽ, അതായത് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള എജ്യൂൺ ബാങ്കിങ് RRB എന്ന ചാനൽ കൂടി നമ്മൾ ക്ലാസ്സുകൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.